വെൽക്കം ബാക്ക്. നമ്മൾ അമാൽഗമേഷൻ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അതായത് ഇൻകം ടാക്സിനകത്ത് നമ്മുടെ ബിസിനസ് റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന സാധനത്തിനകത്ത് അമാൽഗമേഷൻ ആണ് ഡിസ്കസ് ചെയ്തത്. പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കി. കഴിഞ്ഞ വീഡിയോക്കകത്ത് അമാൽഗമേഷൻ എന്താണെന്ന് പറഞ്ഞു, എന്തൊക്കെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ഫോളോ ചെയ്താലാണ് നമുക്ക് അമാൽഗമേഷൻ എന്ന് പറയാൻ പറ്റണേ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. പിന്നെ പഠിച്ചത് അമാൽഗമേഷനും ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് അമാൽഗമേറ്റിംഗ് കമ്പനിയും തമ്മിലുള്ള ടാക്സ് പോയിന്റ്സ് ആണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞത് എന്തായിരുന്നു, അമാൽഗമേഷനും ഈ അമാൽഗമേറ്റിംഗ് കമ്പനിയും തമ്മിലുള്ള ടാക്സ് പോയിന്റ്സ് ആണ് പറഞ്ഞത് അല്ലേ. ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന നേരത്ത് ഫോറിൻ കമ്പനിയുടെ കേസ്, ഈ വക സാഹചര്യങ്ങൾ. ഇനി ഇതിനകത്ത് പെൻഡിങ് ഉള്ളത് എന്താ, അമാൽഗമേഷനും അമാൽഗമേറ്റഡ് കമ്പനിയും തമ്മിൽ വരുന്ന ടാക്സ് എഫക്ട്സ്. ദാറ്റ് മീൻസ് അമാൽഗമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്ന നേരത്ത് അമാൽഗമേറ്റഡ് കമ്പനിയുമായിട്ട് യാതൊരു രീതിയിലുള്ള ടാക്സ് ബെനിഫിറ്റോ ടാക്സിന്റെ എഫക്റ്റോ വരുന്നില്ല. മനസ്സിലായല്ലോ. കാരണം ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആരാ, അമാൽഗമേറ്റിംഗ് കമ്പനിയാണ്. അമാൽഗമേറ്റഡ് കമ്പനി എന്ന് പറയുന്നത് ഇത് പർച്ചേസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഇവിടെ അല്ലെങ്കിൽ അമാൽഗമേറ്റഡ് കമ്പനിയുടെ ടാക്സ് പോയിന്റ്സ് കയറി വരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ. ദാറ്റ് മീൻസ് ഒരു കൺസിഡറേഷൻ കൊടുത്ത് ഈ പറയുന്ന അമാൽഗമേറ്റിംഗ് കമ്പനിയിൽ നിന്ന് കുറേ ടൈപ്പ് ഓഫ് അസറ്റ്സ് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഭാവിയിൽ ഇത് സെയിൽ ചെയ്യുന്ന നേരത്ത്, മനസ്സിലായോ, ഭാവിയിൽ ഇത് സെയിൽ ചെയ്യുന്ന നേരത്ത് ആർക്ക് എഫക്റ്റ് വരും, അമാൽഗമേറ്റഡ് കമ്പനിക്ക് ഇതിന്റെ എഫക്ട്സ് വരും, ടാക്സ് എഫക്ട്സ് വരും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നോക്കി, അമാൽഗമേഷൻ ആൻഡ് അമാൽഗമേറ്റഡ് കമ്പനി ഓരോ പോയിന്റ് ആയിട്ട് നോക്കാം. വാല്യൂ ഓഫ് നോൺ ഡിപ്രീഷ്യബിൾ ക്യാപിറ്റൽ അസറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. വാല്യൂ ഓഫ് നോൺ ഡിപ്രീഷ്യബിൾ അസറ്റ്സ് അല്ല, നോൺ ഡിപ്രീഷ്യബിൾ ക്യാപിറ്റൽ അസറ്റ്സ്. മനസ്സിലായി. ഇവിടെ ഞാൻ പറയുന്നത് അമാൽഗമേഷന്റെ സമയത്തല്ല, അമാൽഗമേറ്റിംഗ് കമ്പനി കൊടുത്തിരിക്കുന്ന നോൺ ഡിപ്രീഷ്യബിൾ അസറ്റ്സ് ഭാവിയിൽ അമാൽഗമേറ്റഡ് കമ്പനി സെയിൽ ചെയ്യുമ്പോൾ നേരത്തുള്ള ടാക്സ് എഫക്ട്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായി. നോക്കി, ആസ് പെർ സെക്ഷൻ 49(1) where a capital asset become the property of amalgamated Indian company in scheme of amalgamation, the cost of acquisition of the asset to the amalgamated company shall be deemed to be the cost for which the previous owner, ആരാ, അമാൽഗമേറ്റിംഗ് കമ്പനി. അതായത് ആ അസറ്റ്, നോൺ ഡിപ്രീഷ്യബിൾ അസറ്റ് സെയിൽ ചെയ്യുന്ന നേരത്ത് സെയിൽ പ്രൈസിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്ന സാധനം മൈനസ് ചെയ്യണം. ഇവിടെ ഇത് പർച്ചേസ് ചെയ്തിരിക്കുന്ന അമാൽഗമേറ്റഡ് കമ്പനി അല്ല, ഈ നോൺ ഡിപ്രീഷ്യബിൾ അസറ്റ്സ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് അമാൽഗമേറ്റിംഗ് കമ്പനിയാണ്. സോ അവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത് ഏതാ, അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ദ പ്രോപ്പർട്ടി അക്വയർഡ് ആസ് ഇൻക്രീസ്ഡ് ബൈ ദ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഓഫ് ദ അസറ്റ്സ് ഇൻകേർഡ് ഓർ ബോൺ ബൈ ദ പ്രീവിയസ് ഓണർ ഓർ ദ അസസി ആസ് എ കേസ് മേ ബി. ഓക്കെ, എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പ്രീവിയസ് ഓണർക്കോ അല്ലെങ്കിൽ അമാൽഗമേറ്റിംഗ് കമ്പനിക്കോ അമാൽഗമേറ്റഡ് കമ്പനിക്കോ ഏതെങ്കിലും തരത്തിലുള്ള ഇംപ്രൂവ്മെന്റ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. സോ നോൺ ഡിപ്രീഷ്യബിൾ അസറ്റ്സ് ആണ് അമാൽഗമേറ്റിംഗ് കമ്പനി അമാൽഗമേറ്റഡ് കമ്പനിക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ ട്രാൻസ്ഫർ ചെയ്ത സാധനം അമാൽഗമേറ്റഡ് കമ്പനി ഭാവിയിൽ സെയിൽ ചെയ്യുന്ന നേരത്ത് സെയിൽ പ്രൈസിൽ നിന്ന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മൈനസ് ചെയ്യണം, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന സാധനം മൈനസ് ചെയ്യണം. അവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് ഏത് കമ്പനിയുടെ എടുക്കണേ, അമാൽഗമേറ്റിംഗ് കമ്പനിക്ക് ഉണ്ടായിരിക്കുന്ന കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ് എടുക്കണേ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്ത് ആഡ് ചെയ്യാമെന്ന് മാത്രം, അമാൽഗമേറ്റിംഗ് കമ്പനിയോ അമാൽഗമേറ്റഡ് കമ്പനിക്കോ ഏതെങ്കിലും തരത്തിലുള്ള കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യും. മനസ്സിലായി. ആൻഡ് ദ നെക്സ്റ്റ് വൺ, it is to be noted that were non-depreciable assets were acquired before 1/4/2001. ഇപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ്റെ ബേസ് ഇയർ എന്ന് പറയുന്നത് 1/4/2001 അല്ലേ. സോ അവിടെ 1/4/2001 മുമ്പാണ് നമ്മൾ അക്വയർ ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒറിജിനൽ കോസ്റ്റോ അല്ലെങ്കിൽ അന്നത്തെ 1/4/2001 ഫെയർ മാർക്കറ്റ് വാല്യൂ വിച്ച് എവർ ഈസ് ഹയർ എത്രയാണോ അത്രയും ട്രീറ്റ് ചെയ്യാം. അത് ഓപ്ഷൻ ഓഫ് അസസി എന്നാണ് പറയുന്നത്. അസസി എന്തേ ചൂസ് ചെയ്യുള്ളൂ, വിച്ച് എവർ ഈസ് ഹയർ അല്ലേ ചൂസ് ചെയ്യുള്ളൂ. കാരണം എന്താ, ടാക്സ് കുറയ്ക്കാനുള്ളതാണ്, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മൈനസ് ചെയ്യാനുള്ളതാണ് അല്ലേ. സോ തീർച്ചയായിട്ടും എന്ത് കുറയ്ക്കത്തേ ഉള്ളൂ, ഈ പറയുന്നത് പോലെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വിച്ച് എവർ ഈസ് ഹയർ എടുത്തിട്ട് കുറയ്ക്കത്തുള്ളൂ. സിറ്റുവേഷൻ മനസ്സിലായല്ലോ. സോ ഫസ്റ്റ് പോയിന്റ്, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ എടുക്കണം. പോയിന്റ് നമ്പർ ടു ഈ പറയുന്നത് പോലെ ഇത് അക്യൂർ ചെയ്യുന്നത് 1/4/2001 മുമ്പാണെങ്കിൽ എന്ത് നോക്കാം, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്രയാണെന്ന് നോക്കാം, ഓർ ഫെയർ മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ 1/4/2001 നോക്കാം, വിച്ച് എവർ ഈസ് ഹയർ നമുക്ക് ട്രീറ്റ് ചെയ്യാം. And the point number 3, in determining the period of holding of such assets, the period of holding of the previous owner shall also be considered. However, the indexation benefit is available from the year of amalgamation. നമ്മൾ ഷെയറിനകത്ത് പഠിച്ച അതേ കാര്യം തന്നെയാണ് പറയുന്നത് അല്ലേ. അതായത് ഈ പറയുന്ന പീരീഡ് ഓഫ് ഹോൾഡിംഗ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ അസറ്റ് അമാൽഗമേറ്റഡ് കമ്പനിക്ക് കിട്ടിയ ഡേറ്റ് അല്ല നമുക്ക് വേണ്ടത്. ഈ അസറ്റ് അമാൽഗമേറ്റിംഗ് കമ്പനി എന്നാണോ വാങ്ങിച്ചത് ആ ഡേറ്റ് തൊട്ട് ഏത് ഡേറ്റ് വരെ, ഈ സെയിൽ ചെയ്യുന്ന ഡേറ്റ് വരെ. പക്ഷേ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എപ്പോൾ തൊട്ടേ കിട്ടുള്ളൂ, അമാൽഗമേറ്റഡ് കമ്പനി ഇത് പർച്ചേസ് ചെയ്യുന്ന ഡേറ്റ് തൊട്ടേ കിട്ടുള്ളൂ. മനസ്സിലായോ. ഇതെല്ലാം ഏതിൻ്റെ മാത്രമാണ്, നോൺ ഡിപ്രീഷ്യബിൾ ക്യാപിറ്റൽ അസറ്റ്സിൻ്റെ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഡിപ്രീഷ്യബിൾ അസറ്റ്സിൻ്റെ എന്ത് വരും നോക്കി, വാല്യൂ ഓഫ് ഡിപ്രീഷ്യബിൾ അസറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഇൻകം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആരുടെ,
ആരുടെ ഈ പറയുന്ന അമാൽഗമേറ്റഡ് കമ്പനിയുടെ ബിസിനസ് ഇൻകം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡിപ്രീഷ്യബിൾ അസറ്റ്സിനെ എന്ത് ചെയ്യാം നോക്കേ വേർ ഇൻ എനി പ്രീവിയസ് ഇയർ എനി ബ്ലോക്ക് ഓഫ് അസറ്റ്സ് ഇസ് ട്രാൻസ്ഫേർഡ് ബൈ ദ അമാൽഗമേറ്റിംഗ് കമ്പനി ടു ദ അമാൽഗമേറ്റഡ് ഇന്ത്യൻ കമ്പനി ഇൻ സ്കീം ഓഫ് അമാൽഗമേഷൻ ദെൻ ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദ ബ്ലോക്ക് ഓഫ് അസറ്റ്സ് ഇൻ ദ കേസ് ഓഫ് ദ അമാൽഗമേറ്റഡ് കമ്പനി ഷാൾ ബി ദ റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ദ ബ്ലോക്ക് ഓഫ് അസറ്റ്സ് in the case of amalgamating company for immediately preceding the previous year as reduced by the amount of depreciation actually allowed in relation to the said preceding previous year. അവിടെ ഡിപ്രീഷ്യബിൾ അസറ്റ്സ് ആണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ ഗെയിനകത്ത് പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഡിപ്രീഷ്യബിൾ അസറ്റ്സ് ആണെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് തന്നെ എടുക്കണേ, ആ അസറ്റിന്റെ ബുക്ക് വാല്യൂ ആണ് എടുക്കണേ. അതായത് ഒറിജിനൽ കോസ്റ്റിൽ നിന്ന് ഇത്രയും നാൾ വരെയുള്ള ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തിട്ടുള്ള ബുക്ക് വാല്യൂ ആണ് എടുക്കണേ. സോ ഇൻ കേസ് ഓഫ് ഡിപ്രീഷ്യബിൾ അസറ്റ്സ് അമാൽഗമേറ്റഡ് കമ്പനിയുടെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള തൊട്ട് മുമ്പുള്ള വർഷത്തെ ക്ലോസിംഗ് എന്ത് ട്രീറ്റ് ചെയ്യാം ബുക്ക് വാല്യൂ എത്രയാണെന്ന് ട്രീറ്റ് ചെയ്യാം. ഇനി അതിൽ നിന്ന് നമുക്ക് ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. അവിടെ ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ പറയുന്നത് എന്താണെന്നറിയാമോ, ആ പ്രീവിയസ് ഇയർ അവസാനിക്കുന്നത് തൊട്ട് ഏതുവരെ ഈ പറയുന്ന അമാൽഗമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് വരെയുള്ള ഡിപ്രീസിയേഷൻ അമാൽഗമേറ്റിംഗ് കമ്പനിക്കും അതിനുശേഷമുള്ള ദിവസങ്ങളുടെ ഡിപ്രീസിയേഷൻ അമാൽഗമേറ്റഡ് കമ്പനിക്കും ചാർജ് ചെയ്യാം. മനസ്സിലായോ? സോ ഇൻ കേസ് ഓഫ് ഡിപ്രീഷ്യബിൾ അസറ്റ്സ് കോസ്റ്റ് ഓഫ് അസറ്റ്സ് എന്ന് പറയുന്നത് അതിന്റെ ബുക്ക് വാല്യൂ തന്നെയാണ്. എപ്പോൾ ഏത് ബുക്ക് വാല്യൂ ഈ പറയുന്നത് പോലെ ഈ അമാൽഗമേഷൻ തൊട്ട് മുമ്പ് അല്ലെങ്കിൽ അമാൽഗമേഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള വർഷത്തെ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തിട്ടുള്ള ബുക്ക് വാല്യൂ ആണ്. അവിടെ ഏറ്റവും പ്രധാനമായിട്ട് കയറി വരുന്ന ഒരു പ്രശ്നം എന്താ, അമാൽഗമേഷൻ നടക്കുന്ന വർഷം ആര് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യും? ഇപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് അമാൽഗമേഷൻ നടക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ടോട്ടൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു അമാൽഗമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സേ നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ ടോട്ടൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ 6 മാസത്തെ ഡിപ്രീസിയേഷൻ അമാൽഗമേറ്റിംഗ് കമ്പനിക്കും 6 മാസത്തെ ഡിപ്രീസിയേഷൻ അമാൽഗമേറ്റഡ് കമ്പനിയുടെ P&L-നകത്തും ചാർജ് ചെയ്യാം. മനസ്സിലായി? സോ നോൺ ഡിപ്രീഷ്യബിൾ അസറ്റ്സിന്റെ പറഞ്ഞു, ഡിപ്രീഷ്യബിൾ അസറ്റ്സിന്റെ പറഞ്ഞു. ഇനി പഠിക്കാനുള്ളത് വാല്യൂ ഓഫ് അസറ്റ് ട്രാൻസ്ഫേർഡ് ആസ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്? സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. സോ ആ വരുന്ന കേസുകളിൽ നോക്കി വേർ ആൻ അസറ്റ്സ് ബീങ് നോട്ട് ബീയിങ് അസറ്റ്സ് റെഫേർഡ് ടു സെക്ഷൻ 45(2) ഏതാണെന്നറിയാവോ? ക്യാപിറ്റൽ അസറ്റ്സിനെ, അതായത് ആര് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാപിറ്റൽ അസറ്റ്സിനെ നമ്മൾ ബിസിനസിന്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് മാറ്റുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടില്ല ക്യാപിറ്റൽ ഗെയിനകത്ത് അല്ലേ. സോ അതല്ലാത്ത സാഹചര്യം വരികയാണ്. ഇത് ഏത് പർപ്പസിന് വേണ്ടി തന്നെ വാങ്ങിച്ചതാ, നമ്മൾ ഈ പറയുന്നത് പോലെ സെയിൽ ചെയ്യാൻ വേണ്ടി തന്നെ വാങ്ങിച്ചതാ. ആ ഒരു സാഹചര്യം വരുവാണെങ്കിൽ വിച്ച് ബിക്കംസ് ദ പ്രോപ്പർട്ടി ഓഫ് ആൻ അമാൽഗമേറ്റഡ് കമ്പനി അണ്ടർ ദ സ്കീം ഓഫ് അമാൽഗമേഷൻ ഈസ് സോൾഡ് ബൈ ദ അമാൽഗമേറ്റഡ് കമ്പനി ആസ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ഓഫ് ദ ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഇറ്റ്. മനസ്സിലായോ? ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ദ സെഡ് അസറ്റ്സ് ടു ദ അമാൽഗമേറ്റഡ് കമ്പനി ഈസ് കമ്പ്യൂട്ടിംഗ് ദ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ദ സെയിൽ ഓഫ് സച്ച് അസറ്റ് ഷാൾ ബി ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ദ സെഡ് അസറ്റ് ടു ദ അമാൽഗമേറ്റിംഗ് കമ്പനി. ഓക്കെ, സോ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഈ പറയുന്നത് പോലെ ആരുടെ ബുക്ക് വാല്യൂനല്ല അവിടെ ഇമ്പോർട്ടൻസ് പറഞ്ഞേ, ആരുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ട്രീറ്റ് ചെയ്യണം? അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ട്രീറ്റ് ചെയ്യണം. അതിന്റെ കൂട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വാല്യൂ അഡീഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ചെയ്ത കാര്യം മനസ്സിലായല്ലോ? ഏതെങ്കിലും തരത്തിലുള്ള വാല്യൂ അഡീഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? ഇനി ഓക്കെ tax points നോക്കി. The provision is applicable where the following assets of the amalgamating company is taken over by the amalgamated company as a stock in trade at a revalued price. ഏതൊക്കെയാ? അതായത് നേരത്തെ പറഞ്ഞ പ്രൊവിഷൻസ് അപ്ലിക്കബിൾ ആണ്. സ്റ്റോക്ക് ഇൻ ട്രേഡ്, ക്യാപിറ്റൽ അസറ്റ്സ് കൺവേർട്ടഡ് ടു സ്റ്റോക്ക് ഇൻ ട്രേഡ് ആൻഡ് ക്യാപിറ്റൽ അസറ്റ്സ്. സിറ്റുവേഷൻ മനസ്സിലായി? സോ ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത് അമാൽഗമേറ്റഡ് കമ്പനിക്ക് അമാൽഗമേറ്റിംഗ് കമ്പനിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് നോൺ ഡിപ്രീഷ്യബിൾ അസറ്റ്സോ ഡിപ്രീഷ്യബിൾ അസറ്റ്സോ സ്റ്റോക്ക് ഇൻ ട്രേഡോ ആണെങ്കിൽ അതിന് മൂന്നിനെയും എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള രീതിയാണ് നോക്കി. നോൺ ഡിപ്രീഷ്യബിൾ അസറ്റ്സ് ആണെങ്കിൽ ആരുടെ എടുക്കണം? അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ എടുക്കണം അല്ലെ. സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണെങ്കിലും കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് ആരുടെ എടുക്കണം? അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ എടുക്കണം. പക്ഷേ ഏതാണെങ്കിൽ ഈ ഡിപ്രീഷ്യബിൾ അസറ്റ്സ് ആണെങ്കിൽ എടുക്കുന്നത് ബുക്ക് വാല്യൂ ആണ്. ആ ബുക്ക് വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഡിപ്രീസിയേഷനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ ട്രീറ്റ്മെൻറ്റും കൂടെ ഒന്ന് മനസ്സിലാക്കണം. ദാറ്റ് മീൻസ് ആ വർഷം ടോട്ടൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക, എന്നിട്ട് അമാൽഗമേഷൻ നടക്കുന്നത് വരെയുള്ള ഡിപ്രീസിയേഷൻ ആരുടെ പേരിലും അമാൽഗമേറ്റിംഗ് കമ്പനിക്കും അതിനുശേഷമുള്ളത് അമാൽഗമേറ്റഡ് കമ്പനിയുടെയും പേരിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. മനസ്സിലായി? ഇനി പഠിക്കാനുള്ളത് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ബിസിനസ് ലോസസ് ആൻഡ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ സെക്ഷൻ 72A. അതായത് അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് കിടക്കുന്ന ഏത് ക്യാരി ഫോർവേഡ് ബിസിനസ് ലോസോ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷനോ ഉണ്ടെങ്കിൽ ആർക്ക് ചാർജ് ചെയ്യാം? ആർക്കത് സ്വീകരിക്കാം? ഇത് ലാഭമല്ലേ അല്ലേ? ഒരു കണക്കിന് നോക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു കണക്കിന് നോക്കുമ്പോൾ അമാൽഗമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് കൊണ്ട് ഓക്കെ തീർച്ചയായും അമാൽഗമേറ്റിംഗ് കമ്പനിക്ക് ലോസ് കാരണമായിരിക്കുമല്ലോ അമാൽഗമേറ്റിംഗ് കമ്പനി എന്ത് ചെയ്യണേ? ഈ പറയുന്ന അമാൽഗമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത് നിൽക്കണേ.
സോ ഇങ്ങനെ പ്രോസസ്സിലോട്ട് നിൽക്കുന്ന സമയത്ത് അമാൽഗമേറ്റഡ് കമ്പനിക്ക് ഒരു ഇൻഡയറക്റ്റ് പ്രോഫിറ്റ് ആണ് ഈ പറയുന്ന സാധനം. കാരണം എന്താ, അമാൽഗമേറ്റിംഗ് കമ്പനിക്ക് ഈ പറയുന്ന ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസോ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷനോ ഉണ്ടെന്ന് വിചാരിക്കുക. അതും കൂടെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റിയാൽ അമാൽഗമേറ്റഡ് കമ്പനിക്ക് അടുത്ത വർഷങ്ങളിൽ തൊട്ടുള്ള പ്രോഫിറ്റിൽ നിന്ന് ഈ എമൗണ്ട് മൈനസ് ചെയ്യാം. ഈ എമൗണ്ട് മൈനസ് ചെയ്യുമ്പോൾ ഗുണം എന്താ, അത്രയും കുറഞ്ഞ പ്രോഫിറ്റിന് മാത്രം നമ്മൾ ടാക്സ് കൊടുത്താൽ മതി. മനസ്സിലായി? സോ സെക്ഷൻ 72A കുറേ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ കൈവശം ഉണ്ടായിരുന്ന ഈ പറയുന്നത് പോലെയുള്ള അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷനോ ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസോ എടുത്ത് ചാടി അമാൽഗമേറ്റഡ് കമ്പനിക്ക് യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. അതിന് സർട്ടൻ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഇനി അങ്ങനെ ഒരു കണ്ടീഷൻസ് ഇല്ലെങ്കിലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ചുമ്മാ നമുക്ക് ഭയങ്കര ലോസിൽ കിടക്കുന്ന കമ്പനീനെ അങ്ങ് ഏറ്റെടുക്കാം അല്ലേ, എന്നിട്ട് ആ കമ്പനിയുടെ ലോസോ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷനോ എല്ലാം നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് മൈനസ് ചെയ്യാം. സോ അടുത്ത കുറേ വർഷങ്ങളിലോട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല, നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരില്ല. സോ ഇങ്ങനെ ഒരു എഫക്റ്റ് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കണേ, കുറച്ച് കണ്ടീഷൻസ് കൂടെ പറഞ്ഞിരിക്കണേ. ഓക്കെ, സോ പഠിക്കാൻ പോണ കാര്യം എന്താ, അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ ബിസിനസ് ലോസോ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷനോ അമാൽഗമേറ്റഡ് കമ്പനിക്ക് ചാർജ് ചെയ്യാം. പക്ഷേ നോക്കേ, where applicable, where there has been an amalgamation of a company owning an industrial undertaking or a ship or hotel with another company. എല്ലാവർക്കും പറ്റില്ല കേട്ടോ. ആദ്യം പറയുന്നത് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങോ ഷിപ്പോ ഹോട്ടലോ ആയിരിക്കണം വേറൊരു കമ്പനിയായിട്ട് മെർജ് ചെയ്യാൻ പോകും, അല്ലെങ്കിൽ അമാൽഗമേറ്റ് ചെയ്യാൻ പോകും. അടുത്തത് an amalgamation of a banking company with a specified bank. And the third one or more public sector company or companies engaged in the business of operation of aircraft with one or more public company or companies engaged in similar business. So ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് സെക്ഷൻ 72A എന്ന് പറയുന്ന സാധനം അപ്ലിക്കബിൾ ആവണേ. മനസ്സിലായി? ഇനി കണ്ടീഷൻസ് ടു ബി സാറ്റിസ്ഫൈഡ് നോക്കേ, the accumulated loss shall not be set off or carry forward and unabsorbed depreciation shall not be allowed in the assessment of the amalgamated company unless ഇത് ചാർജ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന കണ്ടീഷൻസ് ഫോളോ ചെയ്യണം. എന്തൊക്കെയാ നോക്കി, ദ അമാൽഗമേറ്റിംഗ് കമ്പനി, ആദ്യം അമാൽഗമേറ്റിംഗ് കമ്പനി തീർച്ചയായിട്ടും പാലിക്കേണ്ട സാധനം എന്താ, has been engaged in the business in which the accumulated loss occurred or depreciation remains unabsorbed for the 3 or more years. അമാൽഗമേറ്റിംഗ് കമ്പനി ഈ ബിസിനസ് തുടങ്ങിയിട്ട് മിനിമം 3 വർഷമെങ്കിലും ആയിരിക്കണം. ലോസ് ഉണ്ടായിട്ടൊന്നല്ല, അമാൽഗമേറ്റിംഗ് കമ്പനി ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട്, ഇങ്ങനെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് മിനിമം 3 വർഷമെങ്കിലും ആയിരിക്കണം. And the point number 2, has held continuously as on the date of amalgamation at least 3/4 of the book value of fixed assets held by it 2 years prior to the date of amalgamation. അതായത് അറ്റ് ദ ടൈം ഓഫ് അമാൽഗമേഷൻ അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിനകത്ത് കിടക്കുന്ന അസറ്റിന്റെ 3/4 വരുന്ന വാല്യൂ 2 വർഷം മുമ്പെങ്കിലും വാങ്ങിച്ചിരിക്കണം. മനസ്സിലായി? അതെന്തിനായിരിക്കാം അങ്ങനെ ഒരു കണ്ടീഷൻ കൊണ്ടുവന്നേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. AB ലിമിറ്റഡ് ആവാൻ പോവാ. സോ AB ലിമിറ്റഡിന് കുറേ അസറ്റിന്റെ ആവശ്യമുണ്ടെന്ന് വിചാരിക്കുക. ഇവരൊരു അമാൽഗമേഷന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ A ലിമിറ്റഡിനോട് പറയാണ്, നിങ്ങൾ കുറേ അസറ്റ് അങ്ങ് പർച്ചേസ് ചെയ്യും. അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് കയറി വരാനുള്ള സാധ്യതയുണ്ട്, ഡിപ്രീസിയേഷൻ ഒക്കെ ചാർജ് ചെയ്യുന്നതുകൊണ്ട് ലോസ് കയറി വരാനുള്ള സാധ്യതയുണ്ട് അല്ലേ. സോ ഈ ലോസിന്റെ ബെനിഫിറ്റ് ആർക്ക് കിട്ടും? AB ലിമിറ്റഡിന് കിട്ടും. സോ അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു കണ്ടീഷൻ മെൻഷൻ ചെയ്യണേ. ഓക്കെ, അമാൽഗമേഷന് 2 വർഷം മുമ്പെങ്കിലും വാങ്ങിച്ചിരിക്കുന്ന അസറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ടോട്ടൽ അസറ്റിന്റെ 3/4 എങ്കിലും ആയിരിക്കണം. മനസ്സിലായി? സോ അമാൽഗമേറ്റിംഗ് കമ്പനി ഫോളോ ചെയ്യേണ്ട 2 കണ്ടീഷൻസ് എന്തൊക്കെയാ? ഒന്ന്, കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് മിനിമം 3 വർഷമെങ്കിലും ആയിരിക്കണം. ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന അസറ്റ്സിന്റെ 3/4 എങ്കിലും എപ്പോ 2 വർഷം മുമ്പെങ്കിലും വാങ്ങിച്ചതായിരിക്കണം. ഓക്കെ, ദ അമാൽഗമേറ്റഡ് കമ്പനി. ഇനി അമാൽഗമേറ്റഡ് കമ്പനി ഫോളോ ചെയ്യേണ്ട കണ്ടീഷൻസ് നോക്കി. Hold continuously for a minimum period of 5 years from the date of amalgamation at least 3/4 of the book value of fixed assets of the amalgamating company acquired in scheme of amalgamation. അതായത് അമാൽഗമേഷനിലൂടെ അമാൽഗമേറ്റിംഗ് കമ്പനിക്ക് അമാൽഗമേറ്റഡ് കമ്പനിയിലോട്ട് വന്നിരിക്കുന്ന അസറ്റിന്റെ 3/4 ഓക്കെ, അറ്റ്ലീസ്റ്റ് 3/4 എങ്കിലും 5 വർഷങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. എന്നാണോ അമാൽഗമേഷൻ നടന്നത്, അത് കഴിഞ്ഞിട്ടുള്ള 5 വർഷങ്ങളിൽ ഈ പറയുന്ന അല്ലെങ്കിൽ ഈ അമാൽഗമേഷനിൽ നിന്ന് വന്നിരിക്കുന്ന അസറ്റിന്റെ 3/4 മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അത് ചുമ്മാ അങ്ങ് സെയിൽ ചെയ്ത് കളയാൻ പറ്റില്ല എന്നർത്ഥം. അടുത്തത് സെക്കൻഡ് വൺ, കണ്ടിന്യൂസ് the business of the amalgamating company for a minimum period of 5 years from the date of amalgamation. എന്തും കൂടെ ചെയ്തിരിക്കണം. ഈ പറയുന്നത് പോലെ മിനിമം 5 വർഷങ്ങളിൽ ആ ബിസിനസ് അമാൽഗമേറ്റിംഗ് കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. സിറ്റുവേഷൻ മനസ്സിലായോ? ആൻഡ് നമ്പർ 3, fulfill such other conditions as may be prescribed to ensure. ഓക്കെ, അത് ഏതൊക്കെയാണ്? അതായത് ഇതൊരു ജെനുവിൻ ട്രാൻസാക്ഷൻ ആണ്, ഇതൊരു ജെനുവിൻ അമാൽഗമേഷൻ ആണ് എന്ന് മനസ്സിലാക്കുന്ന സച്ച് അതർ കണ്ടീഷൻസും കൂടെ ഫോളോ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? സോ
അമാൽഗമേറ്റിംഗ് കമ്പനി സാറ്റിസ്ഫൈ ചെയ്യേണ്ട 2 കണ്ടീഷൻസ്, അമാൽഗമേറ്റഡ് കമ്പനി സാറ്റിസ്ഫൈ ചെയ്യേണ്ട 2 കണ്ടീഷൻസ് പറഞ്ഞു. കൂടാതെ ഈ അമാൽഗമേഷൻ എന്ന് പറയുന്നത് ജെന്യുവിൻ ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വരുന്ന ഒരു റൂൾ ആയി പഠിക്കാൻ പോണേ. റൂൾ 9C എന്ന് പറഞ്ഞിട്ട് റൂൾ 9C. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? Okay, the amalgamated company owning an industrial undertaking of the amalgamating company by way of amalgamation shall achieve the level of production of at least 50% of the installed capacity of the said undertaking before the end of the 4 year from the date of amalgamation and continue to maintain the same minimum level of production till the end of the 5 year from the date of amalgamation. അതായത് അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എത്രയാണോ അതിന്റെ അറ്റ്ലീസ്റ്റ് 50% എങ്കിലും പ്രൊഡക്ഷൻ നടത്തിയിരിക്കണം. എപ്പോ സെറ്റ് അണ്ടർടേക്കിംഗ് ബിഫോർ ദ എൻഡ് ഓഫ് ദ 4 ഇയർ ഫ്രം ദ ഡേറ്റ് ഓഫ് അമാൽഗമേഷൻ. ഓക്കെ, കൂടാതെ അത് 5 വർഷങ്ങളിൽ, that means and continue to maintain the said minimum level of production till the end of the 5 years from the date of amalgamation. അതായത് ആ പ്രൊഡക്ഷൻ ലെവൽ 5 വർഷങ്ങളിൽ അത് മെയിൻറ്റെയിൻ ചെയ്യും വേണം. മനസ്സിലായോ? നമ്മൾ പറയുന്നത് എന്താ? അമാൽഗമേറ്റഡ് കമ്പനി സാറ്റിസ്ഫൈ ചെയ്യേണ്ട 2 കണ്ടീഷൻസ് പറഞ്ഞു. പിന്നെ ഈ അമാൽഗമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ജെന്യുവിൻ ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന റൂൾ 9C. അതിനകത്ത് ആദ്യത്തെയാണ് പറഞ്ഞത്, അമാൽഗമേറ്റഡ് കമ്പനി ഓണിംഗ് ആൻഡ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഓഫ് ദ അമാൽഗമേറ്റിംഗ് കമ്പനി ബൈ വേ ഓഫ് അമാൽഗമേഷൻ ഷാൾ അച്ചീവ് ദ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് അറ്റ്ലീസ്റ്റ് 50% ഓഫ് ദ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി. ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എത്രയാണോ അതിന്റെ 50% എങ്കിലും അച്ചീവ് ചെയ്യണം. മനസ്സിലായോ? എപ്പോ? ഓഫ് ദ സെറ്റ് അണ്ടർടേക്കിംഗ് ബിഫോർ ദ എൻഡ് ഓഫ് ദ 4 ഇയേഴ്സ്. 4 വർഷം അമാൽഗമേഷൻ കഴിഞ്ഞ് 4 വർഷത്തിനുള്ളിൽ അറ്റ്ലീസ്റ്റ് 50% എങ്കിലും ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി നമ്മൾ അച്ചീവ് ചെയ്തിരിക്കണം. അതുകൂടാതെ ആ അച്ചീവ് ചെയ്തത് 5ാമത്തെ വർഷം വരെ എന്ത് ചെയ്യും വേണം? മെയിൻറ്റെയിൻ ചെയ്യും വേണം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ. Okay, the amalgamated company shall furnish to the assessing officer a certificate in form number 62 duly verified by an accountant with reference to the books of accounts and other documents showing particulars of production along with the return of income of the assessment year 11 to the previous year during which the prescribed level of production is achieved and the subsequent assessment year 11 to the previous year falling within 5 years from the date of amalgamation. That means നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഏതിന്റെ അടിസ്ഥാനത്തിൽ? അസസിംഗ് ഓഫീസർക്ക് ഒരു റിട്ടേൺ ഫർണിഷ് ചെയ്യണം ഇൻ ഫോം നമ്പർ 62. മനസ്സിലായി? സോ അമാൽഗമേറ്റഡ് കമ്പനി ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. രണ്ട് സെക്ഷൻസ് പറഞ്ഞു, അല്ലെങ്കിൽ 2 സ്പെസിഫിക് റൂൾസ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് റൂൾ 9Cയുടെ കൂട്ടുപിടിച്ച്, റൂൾ 9C എന്തിനായിരുന്നു? ഈ പറയുന്ന അമാൽഗമേഷൻ എന്ന് പറയുന്നത് ജെന്യുവിൻ ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവിടെ പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയുടെ 50%, ആൻഡ് സെക്കൻഡ് വൺ, ഫോം നമ്പർ 62നകത്ത് ഇത് അസസിംഗ് ഓഫീസർക്ക് സബ്മിറ്റ് ചെയ്യേണ്ട കാര്യം. മനസ്സിലായി? സോ ഇത്രയുമാണ് അമാൽഗമേഷനുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഓക്കെ, ഡിഡക്ഷൻ ഓഫ് എക്സ്പെൻസസ് ഇൻ കേസ് ഓഫ് അമാൽഗമേഷൻ ഓർ ഡീമർജർ, സെക്ഷൻ 35DD. ദാറ്റ് മീൻസ് അമാൽഗമേറ്റഡ് കമ്പനിക്ക്, നിങ്ങൾക്കറിയാം നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന നേരത്ത്, അല്ലേ, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന നേരത്ത് നമുക്ക് അലൗബിൾ ഡിഡക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് PGBBക്കകത്ത് പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു സാധനമാണ് ഇവിടെയും പറയണേ. ഈ അമാൽഗമേഷൻ എക്സ്പെൻസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമാൽഗമേറ്റഡ് കമ്പനിക്ക്, അമാൽഗമേറ്റിംഗ് കമ്പനി ഇല്ല ഇനി, ഓക്കെ, അമാൽഗമേറ്റഡ് കമ്പനിക്ക് ഈ പറയുന്ന അമാൽഗമേഷൻ എക്സ്പെൻസസിനെ അലോബിൾ ഡിഡക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ അലോബിൾ എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിക്കും. പക്ഷെ റൂൾ പറയണത് എന്താണെന്നറിയാമോ? കണ്ടീഷൻ, assessee has incurred certain expenditure wholly or exclusively for the purposes of amalgamation or demerger. Amalgamation or demerger ആയിട്ട് നമുക്ക് എക്സ്പെൻഡിച്ചർ ഉണ്ടായിരിക്കണം. And number 2, no deduction has been claimed for such expenses under any other section. ആ പറയുന്ന എമൗണ്ട് വേറെ ഒരു സെക്ഷൻ പ്രകാരവും ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ കിട്ടിയിരിക്കുന്ന ടോട്ടൽ എമൗണ്ട് അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായിരിക്കുന്ന ടോട്ടൽ എക്സ്പെൻസസ് എന്ന് പറയുന്നത് അടുത്ത 5 വർഷങ്ങളിൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. മനസ്സിലായി? 1/5 of expenses so incurred for the 5 years commencing from the year in which the amalgamation or demerger take place. അമാൽഗമേഷനും ഡീമർജറും ഉണ്ടായിട്ട് അടുത്ത 5 വർഷങ്ങളിൽ അതിന്റെ 1/5 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? ചാർജ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇവിടെ നോക്കി, അതർ പ്രൊവിഷൻ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ സയന്റിഫിക് റിസർച്ച്, ടെലികോം ഓൺ സ്പെക്ട്രം ലൈസൻസ്, അമോർട്ടൈസേഷൻ ഓഫ് പ്രിലിമിനറി എക്സ്പെൻസസ് ആൻഡ് അമോർട്ടൈസേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് അണ്ടർ VRS. മനസ്സിലായി? ഇതെല്ലാം അമാൽഗമേറ്റിംഗ് കമ്പനിയിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഏതിലോട്ട് ട്രാൻസ്ഫർ ആവും? അമാൽഗമേറ്റഡ് കമ്പനിയിലോട്ട് ട്രാൻസ്ഫർ ആവും. അതായത് ഈ പറയുന്ന 4 എക്സ്പെൻഡിച്ചേഴ്സിന്റെ ഗുണം എന്താണെന്നറിയാമോ? അവരുടെ റെസിജ്വൽ ഇയേഴ്സ് നോക്കിയിട്ടാണ് അത് ചാർജ് ചെയ്യണേ. ഈ സ്പെക്ട്രത്തിനൊക്കെ അങ്ങനെയല്ലേ, എത്ര വർഷത്തേക്ക് വേണ്ടിയിട്ടാണോ ലൈസൻസ് ഫീസ് കൊടുത്തിരിക്കുന്നത് അത്രയും വർഷത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് ഈക്വൽ ആയിട്ട്. ഓക്കെ, സോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അമാൽഗമേറ്റിംഗ് കമ്പനിയാണ് ഈ പറയുന്ന ലൈസൻസ് ഫീസ് എടുത്തിരിക്കുന്നത്.
മനസ്സിലായി? സോ അവിടെ അലൗബിൾ ഡിഡക്ഷൻ ആയിട്ട് അതിൻ്റെ ബാക്കി വർഷത്തേക്ക്, ദാറ്റ് മീൻസ് അമാൽഗമേഷൻ പ്രോസസ്സ് നടന്നിട്ടും ഇനി അത് റൈറ്റ് ഓഫ് ചെയ്ത് കളയാനുണ്ടെങ്കിൽ അമാൽഗമേഷൻ പ്രോസസ്സ് നടന്നതിന് ശേഷം അമാൽഗമേറ്റഡ് കമ്പനിക്ക് എന്ത് ചെയ്യാം, അത് ക്ലെയിം ചെയ്യാം. ഏതൊക്കെയായിരുന്നു ഈ പറയുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ സയന്റിഫിക് റിസർച്ച്, ടെലികോം ഓർ സ്പെക്ട്രം ലൈസൻസ്, അമോർട്ടൈസേഷൻ ഓഫ് പ്രിലിമിനറി എക്സ്പെൻസസ് ആൻഡ് അമോർട്ടൈസേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് അണ്ടർ VRS. മനസ്സിലായി? സോ ഇത്രയും കാര്യങ്ങളാണ് അമാൽഗമേഷനുമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതിനകത്ത് പറയാൻ വിട്ടുപോയ ഒരു കാര്യം കൂടെ പറയാം. ഈ കണ്ടീഷൻസ് എല്ലാം നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തായിരുന്നു, നമ്മുടെ അൺഅബ്സോർബ് ഡിപ്രീസിയേഷനും ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തായിരുന്നു, ചാർജ് ചെയ്ത് തുടങ്ങി എന്ന് വിചാരിക്കുക. ഓക്കെ, എന്നിട്ട് അതായത് 2 വർഷമൊക്കെ കഴിഞ്ഞു, ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കണ്ടീഷൻസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തില്ല എന്ന് വിചാരിക്കുക അല്ലേ. അമാൽഗമേറ്റഡ് കമ്പനിയുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ, മിനിമം 5 വർഷമെങ്കിലും നിങ്ങൾ ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു 3 വർഷം വരെ നമ്മൾ ഈ പറയുന്ന ലോസ് എഴുതിയെടുത്തു. ഓക്കെ, അത് കഴിഞ്ഞ് 4ാമത്തെ വർഷം നമ്മൾ ആ ബിസിനസ് ക്ലോസ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ എത്രയാണോ നമ്മൾ അങ്ങനെ എഴുതിയിരിക്കുന്നത്, ദാറ്റ് മീൻസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അമാൽഗമേറ്റഡ് കമ്പനി ആ എഴുതിയെടുത്തിരിക്കുന്ന എമൗണ്ടിനെ ഫുള്ളായിട്ട് ഇൻകം ആയിട്ട് കണക്കാക്കേണ്ടി വരും. അതായത് ചാർജ് ചെയ്തതിനെ മൊത്തമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും എന്നർത്ഥം, റിവേഴ്സ് ചെയ്യേണ്ടി വരും എന്നർത്ഥം. മനസ്സിലായി? സോ ഈ പറയുന്ന എക്സ്പെൻസുകൾ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഓക്കെ, അമാൽഗമേറ്റിംഗ് കമ്പനിക്കും റൂൾ പറയുന്നുണ്ട്, അമാൽഗമേറ്റഡ് കമ്പനിക്കും റൂൾ പറയുന്നു. ഈ റൂൾ ഭാവിയിൽ എവിടെയെങ്കിലും വെച്ച് അമാൽഗമേറ്റഡ് കമ്പനി എന്ത് ചെയ്യുകയാണെങ്കിൽ പാലിക്കുന്നില്ലെങ്കിൽ എത്രയാണോ എമൗണ്ട് നമ്മൾ എന്തായിട്ട് ലോസ് ആയിട്ട് എഴുതി തള്ളിയിരിക്കുന്നത് അത്രയും എമൗണ്ട് നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും, ഈ പറയുന്നത് പോലെ നമ്മുടെ ഇൻകം ആയിട്ട്. ദാറ്റ് മീൻസ് ആ ലോസിനെ റിവേഴ്സ് ചെയ്യുമെന്ന് അർത്ഥം. മനസ്സിലായെങ്കിൽ ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീമർജറുമായിട്ട് കാണാം. ഡീമർജർ കുറച്ചും കൂടെ കൺഫ്യൂസിങ് ആണ്, പ്രോബ്ലംസും കൂടെ കയറി വരും കേട്ടോ. അപ്പോൾ ശരി, ബൈ.